2023 മെയ് 22-ന് അമേരിക്കയുടെ മാധ്യമങ്ങളിലൊന്നായ ദ ഡിപ്ലോമാറ്റ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നടന്നതിൻ്റെ പിന്നിലൊക്കെ അമേരിക്കയ്ക്ക് പങ്കുണ്ടാകുമെന്നുറപ്പാക്കുന്നൊരു ലേഖനമാണ് അത്. ആ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം ഞാനിവിടെ പറയാം. 2024 ജനുവരിയിൽ നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശിലെ പൊതു തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ദരിദ്രരും അവികസിതരുമാണെങ്കിലും ബംഗ്ലാദേശ് അതിവേഗം വളരുകയും 2026 വികസ്വര രാജ്യമാകാനുള്ള പാതയിലുമാണ് ബംഗ്ലാദേശ് എന്നാണ് ലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. അമേരിക്കയിലും ടോക്കിയോ, ജപ്പാനിലും ആസ്ഥാനമുള്ള ഡിപ്ലോമാറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവരുടെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ബംഗ്ലാദേശ് ഒരു വികസനത്തിന്റെ പാതയിലാണ്, ഇപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് അവർ വളരുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കാം. ബാക്കി ഇവർ ഈ ലേഖനത്തിൽ പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന്, ബംഗ്ലാദേശിന് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രാധാന്യമുണ്ട്. ദക്ഷിണേഷ്യയ്ക്കും കിഴക്കൻ ഏഷ്യയ്ക്കും ഇടയിലും ദക്ഷിണേഷ്യയ്ക്കും മിഡിൽ ഈസ്റ്റിനും ഇടയിലും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ടാണ് ഈ രാജ്യം ഭൂമിശാസ്ത്രപരമായി പ്രവർത്തിക്കുന്നത്. ഇത് ചൈനയുടെയും അമേരിക്കയുടെയും ശ്രദ്ധ ഈ ഒരു രാജ്യത്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം അതിൻ്റെ അതിരുകൾക്കപ്പുറമുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് വിശാലമായ പ്രദേശത്തെ സ്വാധീനിക്കും. അതായത് ഇതിൻ്റെ ലളിതമായ മലയാളം എന്ന് പറയുന്നത്, ഈ ഒരു രാജ്യം സ്ഥിതി ചെയ്യുന്നത് വളരെ തന്ത്രപരമായ ഒരു പൊസിഷനിലാണ്. അതായത് ഏഷ്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലാണ് ബംഗ്ലാദേശ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അമേരിക്കയ്ക്കും താല്പര്യങ്ങളുണ്ട്, ചൈനയ്ക്കും താല്പര്യങ്ങളുണ്ട്. ഇത് അമേരിക്കൻ മാധ്യമം തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു പൊസിഷൻ, ഭൂമിശാസ്ത്രപരമായ പൊസിഷൻ, ഈ രണ്ട് രാജ്യങ്ങളെയും ഇങ്ങോട്ട് ആകർഷിക്കുകയും അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഷേഖ് ഹസീന സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് തിരിച്ചടിയാണ്. ഈ ലേഖനത്തിൽ തുടർന്ന് അമേരിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതിനു മുമ്പ് ഈ അമേരിക്കൻ മാധ്യമം ഒരു കാര്യം പറയുന്നുണ്ട്, അത് ഭയങ്കര കോമഡിയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതായത് ഒരുപാട് കൺസേൺസ് ഈ രാജ്യത്തെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സിവിൽ റൈറ്റുകളുടെ വയലേഷനുമായി ബന്ധപ്പെട്ടുമുണ്ട്. കാരണം വളരെ പ്രധാനമാണ്, ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് വളരെ സുതാര്യമായിരിക്കണം, ഫെയർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി രാജ്യത്ത് സ്ഥാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായിരിക്കണം. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വിദേശ മാധ്യമം മറ്റൊരു രാജ്യത്തിന്റെ ഇന്റേണൽ മാറ്റേഴ്സിൽ എങ്ങനെയാണ് ഇടപെട്ട് അഭിപ്രായം പറയുന്നതെന്ന് ആദ്യം നമ്മൾ നോക്കണം. ഈ മാധ്യമത്തിൽ പറയുന്ന കാര്യങ്ങൾ അമേരിക്കയുടെ നിലപാടുകളാണ്, ആ രാജ്യത്തിന്റെ നിലപാടുകളാണ്. ഇവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വിദേശ രാജ്യത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ഭയങ്കര സുതാര്യമായിരിക്കണം കേട്ടോ, അവിടെ ജനാധിപത്യമൊക്കെ സംരക്ഷിക്കപ്പെടണം, സിവിൽ റൈറ്റ് ഒക്കെ സംരക്ഷിക്കപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞ് ഒരു വല്യേട്ടൻ ഭാവത്തിലാണ് അമേരിക്ക എപ്പോഴും ഡയലോഗ് അടിക്കാറുള്ളത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ച് മിലിറ്റന്റ് ഗ്രൂപ്പുകളും സായുധരായിട്ടുള്ള സംഘടനകളും വിദേശ ശക്തികളുടെ സഹായത്തോടെ ശരിക്കും ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്ത് വംശഹത്യ നടത്തുന്ന നിലയിലേക്ക് ആ രാജ്യം എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ശരിക്കും ജനാധിപത്യം അവിടെ കശാപ്പ് ചെയ്യപ്പെട്ടത്. ഷേഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് അവിടെ ജയിച്ചത് 65% ജനങ്ങളുടെ വോട്ട് നേടിയാണ്. ആ 65% ജനങ്ങളുടെ വോട്ടിന് ഒരു വാല്യൂം നൽകാതെ കുറച്ച് മിലിറ്റന്റ് ഗ്രൂപ്പുകളും വിദേശ ശക്തികളും ചേർന്ന് ഒരു സുതാര്യമായി പോയിക്കൊണ്ടിരുന്ന, ഡെവലപ്പ് ആകാൻ പോകുന്നു എന്ന് ലോകം മുഴുവൻ വിധി എഴുതിയ ഒരു രാജ്യത്തെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒരു മുസ്ലിം രാജ്യവും വളരണ്ട എന്നുള്ളത് ഒരു കാര്യം, അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. 2, ഏഷ്യൻ രാജ്യങ്ങൾ വിശേഷിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒരു രാജ്യം വളരുകയേ വേണ്ട. ഇതാണ് വിദേശ ശക്തികളുടെ അജണ്ട. നമുക്ക് ആ ലേഖനത്തിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഭരണകക്ഷിയായ അവാമി ലീഗും പ്രതിപക്ഷ പാർട്ടികളും രാഷ്ട്രീയമായി രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ സ്വതന്ത്രവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നടത്താനുമുള്ള വഴികൾ കണ്ടെത്തണം. പിന്നെ പറയുന്നത് ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അമേരിക്ക, അതായത് ഹ്യൂമൻ റൈറ്റ്സിന്റെ കാര്യത്തിലും ഡെമോക്രസിയുടെ കാര്യത്തിലും മഹത്തരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന അമേരിക്ക, അതിനുവേണ്ടി നിലകൊള്ളുന്ന അമേരിക്ക,
അതിൽ ചാമ്പ്യനാണ് അമേരിക്ക. ആ അമേരിക്ക നിങ്ങളെ സഹായിക്കും. എന്തിനു വേണ്ടി? ബംഗ്ലാദേശിൽ ഈ പൊളിറ്റിക്കൽ ക്രൈസിസിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട് അമേരിക്ക നിങ്ങളെ സഹായിക്കുമെന്ന് 2023 ലേഖനത്തിൽ നമ്മുടെ ഡിപ്ലോമാറ്റ് പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ടേ അമേരിക്കയുടെ സഹായം. അപ്പോൾ അമേരിക്കയുടെ ഇതിലെ താല്പര്യങ്ങളെ കുറിച്ച് കൂടി ലേഖനത്തിൽ പറയുന്നുണ്ട്. സൂപ്പർ പവർ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ ഭൂമിശാസ്ത്രപരമായി നിർണായകമായ ഒരു സ്ഥാനം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ ആ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് എന്നും വളരുന്ന ഒരു വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ അമേരിക്ക ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നും അതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് അമേരിക്ക പ്രശ്നപരിഹാരങ്ങൾക്ക് തയ്യാറാണ് എന്ന് പറയാണ്. എന്ന് വെച്ചാൽ ഈ അവാമി ലീഗും അവിടുത്തെ പ്രതിപക്ഷവും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം 2008 മുതൽ ഷേഖ് ഹസീനയുടെ ഒരു അപ്രമാദിത്വം അവിടെ ഉണ്ട്. ശരിക്കും ഷേഖ് ഹസീനയാണ് ബംഗ്ലാദേശിനെ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു വികസ്വര രാജ്യമെന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടു പോകുന്നത്. 2026 അവർക്കൊരു വികസ്വര രാജ്യം പോലും ആകാൻ പറ്റൂ. കാരണം അത്രയേറെ പ്രതിസന്ധികൾ ആ രാജ്യത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് അമേരിക്കയുമായി സഹകരിക്കേണ്ടതുണ്ടെന്ന് അമേരിക്ക കരുതുന്നു. ബംഗ്ലാദേശ് വിപണിയിലായിക്കോട്ടെ, ബംഗ്ലാദേശ് അമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ താല്പര്യങ്ങളുണ്ട്. ആ മേഖലയിൽ ഭൂമിശാസ്ത്രപരമായി ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അനുസരിച്ച് അവിടെ ചൈനയുടെ സ്വാധീനവും ഇന്ത്യയുടെ സ്വാധീനവും വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഇപ്പോൾ കൺസേൺ ഉള്ളത് ചൈനയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യയെയും ഭാവിയിലെ ഒരു ത്രെട്ടായിട്ട് അമേരിക്ക കാണുന്നുണ്ട്. കാരണം മറ്റൊരു സൂപ്പർ പവർ രാജ്യം ഉയർന്നു വരാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയല്ലേ. അപ്പോൾ ഇന്ത്യയും അവരൊരു ത്രെട്ടായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു നില ഉറപ്പിക്കാൻ പറ്റിയാൽ ഒരേ സമയത്ത് ഇപ്പോഴുള്ള ചൈനയുടെ ഭീഷണികളെയും അവർക്ക് നേരിടാൻ പറ്റും. ഭാവിയിൽ ഇന്ത്യ ഒരു ഭീഷണിയായിട്ട് മാറുകയാണെങ്കിൽ അതിനെയും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മേഖലയിലുള്ള അമേരിക്കയുടെ താല്പര്യം. അത് വളരെ വ്യക്തമായി തന്നെ അവരുടെ ഈ ലേഖനത്തിലും പറയുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അമേരിക്കയുടെയും ബംഗ്ലാദേശിൻ്റെ ബന്ധം എങ്ങനെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് ഒട്ടും വിശ്വാസമില്ലാത്ത, പരസ്പരം വിശ്വാസമില്ലാത്തൊരു ബന്ധമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നും അമേരിക്ക അവാമി ലീഗിനെ, അതായത് അമേരിക്കൻ ഗവൺമെന്റ് അവാമി ലീഗ് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തത് അവരെ ചൊടിപ്പിച്ചുവെന്നും തിരിച്ച് ശക്തമായ ഭാഷയിൽ ബംഗ്ലാദേശ് ഗവൺമെന്റ് ഇതിനോട് പ്രതികരിച്ചുവെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് അവാമി ലീഗിന്റെ ഭരണം ഹ്യൂമൻ റൈറ്റിന്റെ വയലേഷൻസ് ഒരുപാട് ചെയ്യുന്നുണ്ടെന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരുപാട് ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ഇന്റേണൽ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്നുള്ള ശക്തമായ പ്രതികരണമാണ് തിരിച്ച് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് നമ്മുടെ ഷേഖ് ഹസീന ഗവൺമെന്റിന്റെ ഭാഗത്ത്. ഇത് അമേരിക്കയ്ക്ക് ഭയങ്കര ഷെയിമായിട്ടുണ്ട്. ഇതിനിടയിൽ ഷേഖ് ഹസീനയും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അമേരിക്കയ്ക്ക് ജനാധിപത്യത്തെ സംബന്ധിച്ച് ഇരട്ടത്താപ്പുള്ളതായിട്ട് ഷേഖ് ഹസീന വ്യക്തമായിട്ട് അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു. ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും അവർ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്, എന്നാൽ അവരുടെ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് അവരോട് നോക്കാൻ പറയൂ എന്ന് ഷേഖ് ഹസീന പറയുകയുണ്ടായി. മാത്രമല്ല തങ്ങളുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്ന് കഴിഞ്ഞ വർഷം തന്നെ ഷേഖ് ഹസീന വ്യക്തമായി പറഞ്ഞു. ബംഗ്ലാദേശിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നും കഴിഞ്ഞ വർഷം ഷേഖ് ഹസീന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയും ബംഗ്ലാദേശ് ഗവൺമെന്റും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ കിടപ്പോശം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ലോക ബാങ്കുമായിട്ടുള്ള 50 വർഷത്തെ പങ്കാളിത്തം ആഘോഷിക്കുന്നതിനായിട്ട് ഹസീന ഏപ്രിൽ അവസാനം വാഷിംഗ്ടൺ DC സന്ദർശിക്കുകയുണ്ടായി. ബംഗ്ലാദേശ് US ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ അവർ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചു. ഒരു ബിസിനസ് കൗൺസിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നത്. ബിസിനസ്സിന് മാത്രമേ അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും രാഷ്ട്രീയമായ ഒരു പ്രാധാന്യവും ഉണ്ടായില്ല. കാരണം ബൈഡന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ, അതായത് ബൈഡൻ ഭരണകൂടത്തിന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ ഈ ഒരു ഷേഖ് ഹസീനയെ കാണാൻ വില്ലിങ് ആയില്ല എന്നുള്ളതാണ്. അവർക്ക് യാതൊരു ക്ഷണവും ഈ ഒരു ബൈഡൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുമില്ല. അതായത് അമേരിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം എത്രത്തോളം മോശം അവസ്ഥയിലാണെന്ന് കാണിക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഇതിനെ കാണാം. കാരണം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ ചെന്നിട്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അവരെ കാണാൻ പോലും തയ്യാറായില്ല, അവരുമായിട്ടൊരു മീറ്റിംഗ് വെച്ചില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം അപ്പോഴേക്കും വഷളായി കഴിഞ്ഞിരുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞ വർഷം തന്നെ അടുത്ത 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ സുതാര്യമായിരിക്കണം, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്നൊക്കെ ആന്റണി ബ്ലിങ്കൻ US സ്റ്റേറ്റ് സെക്രട്ടറി ഈ നമ്മുടെ
ബംഗ്ലാദേശിന്റെ വിദേശകാര്യ മന്ത്രിയോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വലിയ വാർത്തയായി. അതായത് അമേരിക്കയ്ക്ക് എപ്പോഴും ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന വിഷയമായിരുന്നു. അവിടെ ഷേഖ് ഹസീന വിജയിക്കരുത് എന്ന് അവര് വളരെ കൃത്യമായിട്ട് ആഗ്രഹിച്ചിരുന്നെങ്കിലും പക്ഷെ അവർ തന്നെ വീണ്ടും ജയിച്ചതാണ് ഈ ഒരു അട്ടിമറി ഇപ്പോൾ അവിടെ സംഭവിക്കാൻ കാരണമായതെന്നുള്ളത് വ്യക്തമാണ്. ഇനി ഇതേ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, നിലവിൽ ചൈനയ്ക്ക് ബംഗ്ലാദേശിൽ പരിമിതമായി മാത്രമേ ഇടപെടാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഭാവിയിൽ കൂടുതൽ രീതിയിൽ ചൈന അവിടേക്ക് ഇടപെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിന് ഇന്ത്യയുമായിട്ടും ജപ്പാനുമായിട്ടും നെതർലൻഡുമായിട്ടും ഒക്കെയുള്ള ബന്ധമുള്ളത് കൊണ്ട് അവിടെ ചൈനയുടെ ഇടപെടൽ പരിമിതമാണെങ്കിലും ഭാവിയിൽ കാര്യങ്ങൾ അങ്ങനെ ആകില്ല. അതുകൊണ്ട് ചൈനയുടെ ഇടപെടൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക അവിടെ ഇടപെടേണ്ടതുണ്ടെന്നാണ് ആ ലേഖനം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ അമേരിക്കയെ ചെയ്യുന്നതൊന്നും ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല എന്ന് നമുക്ക് കരുതാമെങ്കിലും ഈ ഒരു റീജിയണിൽ, അതായത് ബംഗ്ലാദേശിലായിക്കോട്ടെ ഈ ഒരു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും അമേരിക്കയ്ക്ക് ഒരു ആധിപത്യം ഉണ്ടായാൽ അത് ഭാവിയിൽ ഇന്ത്യക്ക് ദോഷം ചെയ്യുക തന്നെ ചെയ്യും. ഇന്ത്യയിൽ ഒരു മിലിറ്ററി ബേസിനായിട്ട് അമേരിക്ക പണ്ട് ശ്രമിച്ചതാണ്. ഒരു എയർ ബേസോ അല്ലെങ്കിൽ ഒരു നേവി ബേസോ ഒരു മിലിറ്ററി ബേസോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അമേരിക്ക ശ്രമിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എവിടെയും അമേരിക്കയ്ക്ക് അതിന് പറ്റുന്നില്ല. അമേരിക്ക പരമാവധി അതിന് ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അത് കാരണം ചൈനയുമായിട്ട് നേരിട്ട് മുട്ടാനും അമേരിക്കയ്ക്ക് ഇവിടെ ഒരു ഗ്രിപ്പില്ല. അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അമേരിക്ക എങ്ങനെയെങ്കിലും ബംഗ്ലാദേശിനെ കുളം തോണ്ടി അവിടെ കടന്നു കയറാനാണ് ശ്രമിക്കുന്നത്. നിലവിൽ അവരുടെ പ്രധാന ടാർഗറ്റ് ചൈനയാണെങ്കിലും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ എപ്പോഴും അവിടെ നടക്കും. അതിൻ്റെ പിന്നിൽ ചൈനയുടെ കളികളുമുണ്ട്. അപ്പോൾ ഒരുപോലെ ഇന്ത്യക്ക് അമേരിക്ക അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും ഇന്ത്യയുടെ ഗ്രൗണ്ടാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഷേഖ് ഹസീന ഇന്ത്യയുമായിട്ട് വളരെ നല്ല ക്ലോസ് റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാണ്. അവരവിടെ നിന്നിറങ്ങുമ്പോൾ അടുത്ത അധികാരത്തിൽ വരുന്നവർ ഇന്ത്യയുടെ അടുപ്പം കാണിക്കുകയില്ല, അത് ഉറപ്പാണ്. അവരൊരു അകലം പാലിച്ചേ നിൽക്കൂ. എന്നാൽ അവർ ചൈനയോടും അടുക്കും, അമേരിക്കയോടും അടുക്കും. അപ്പോൾ ഇന്ത്യക്ക് ഇവിടെ ഇന്ത്യയുടെ ഗ്രൗണ്ട് സപ്പോർട്ട് നഷ്ടമാവുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രവൃത്തി ഇന്ത്യക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ കളിച്ചത് അമേരിക്കയാണെന്നുള്ളത് ആർക്കും നിസ്സാരമായി മനസ്സിലാക്കാം. കാരണം അമേരിക്കയ്ക്കാണ് ഷേഖ് ഹസീന ഗവൺമെൻറ്റുമായിട്ട് ഏറ്റവും മോശം ബന്ധമുണ്ടായിരുന്നത്. അവർ പുറത്താകണമെന്ന് ആഗ്രഹിച്ചതും അമേരിക്കയാണ്. ഷേഖ് ഹസീന അമേരിക്കയ്ക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളും ഇതിനൊരു കാരണമായിട്ടുണ്ട്. ഡിപ്ലോമാറ്റിൻ്റെ ലേഖനം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.